ലാലിൻ്റെ ഒരു അടുത്ത സുഹൃത്തിനോട് പറഞ്ഞു, ബ്രിട്ടാസെ ഈ ചോദ്യം ലാലിനോട് ചോദിക്കണം. ഇനി ലാൽ അതിനകത്തുനിന്ന് ലാലിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രത്യേക മെയ് വഴക്കത്തിൽ അത് ഞാൻ ഓർക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേണം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചേക്കാം. പക്ഷേ സത്യമാണ്, ഓർക്കാത്ത കാര്യം ഞാൻ ഓർക്കുന്നില്ല എന്ന് തന്നെ പറയും. പക്ഷേ എങ്കിൽ പോലും ഒന്നും കൂടി ഓർമ്മിപ്പിച്ചിട്ട് അതിന് മറുപടി എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ആ ചോദ്യം? ഒന്നുമില്ല, ലാലിങ്ങനെ കാല് പരിക്ക് പറ്റി മദ്രാസിലെ ആശുപത്രി കിടക്കുകയാണ്. അന്ന് ലാലിൻ്റെ ഒപ്പമുള്ളത് കിരീടമുണ്ണിയാണ്. അപ്പോൾ തിരുവോണ ദിവസമാണ്. സദ്യയും പായസവും കൊണ്ടുതരാമെന്ന് പറഞ്ഞ് സുരേഷ് കുമാറും പ്രിയനും കൂടി പുറത്തു പോകും. ഉച്ചയ്ക്ക് വരുന്നില്ല, 7 മണിക്ക് 8 മണിക്ക് വന്നു. അന്ന് ലാല് ഒരുപക്ഷെ അതുവരെ മലയാളി കണ്ടെത്തിയിട്ടില്ലാത്ത ഒരുപാട് പദാവലികൾ ഉപയോഗിച്ച് നല്ല പുളിച്ച തെറി സമ്മാനിച്ചു. ഉണ്ടാകാം, തീർച്ചയായിട്ടും. കാര്യം അന്ന് തിരുവോണ ദിവസമാണ്. എൻ്റെ കാല് ആ സിനിമയിലെ ക്ലൈമാക്സിൽ ശരിക്കും പ്ലാസ്റ്ററിട്ടാണ് ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. അല്ല, അന്ന് അതിനുള്ള സ്വാതന്ത്ര്യം, ഇന്നും അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പുളിച്ച തെറി പിന്നീട് ലാൽ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കണം കേട്ടോ ലാലിനോട്. അപ്പോൾ ആ പുളിച്ച തെറി ശരിക്കും ലാൽ ഏറ്റിട്ടുണ്ട്. അല്ല, ഞാൻ അങ്ങനെ അധികം അത്തരം വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരാളല്ല. കൂച്ചിക്കെട്ടി പറഞ്ഞു, കൂച്ചിക്കെട്ടി. അത് ആ സമയത്ത് ചെയ്തിട്ടുണ്ടാകും. കാര്യം അത്രയും നമുക്ക് കാര്യം ആദ്യം ഒരുപാട് കാലത്തിന് ശേഷം തിരുവോണ ദിവസം അല്ലേ, നമ്മുടെ വീട്ടിൽ അമ്മയും അച്ഛനുമായിട്ടൊക്കെ ഇരിക്കേണ്ട ദിവസം ഒരു ആക്സിഡൻ്റായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് വരാത്തപ്പോഴുള്ളൊരു രോഷം പ്രകടിപ്പിച്ചെന്നേ ഉള്ളൂ. പക്ഷെ അത് ആ സമയം കഴിയുമ്പോൾ അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ആ ദിവസം എന്തുകൊണ്ടും ലാലിന് വളരെ ഹൃദ്യമായൊരു ദിവസമായിരുന്നു. കാരണം വെച്ചാൽ ഇത്രയും നല്ല ചീത്ത പറയാൻ പറ്റിയെന്നുള്ളത്. ചീത്ത മാത്രമല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ എന്നുള്ള സിനിമയുടെ പരസ്യം വന്ന് ആദ്യമായിട്ട് അച്ചടിച്ച് വന്നത് ആണല്ല, ആ ദിവസമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ചീത്ത കൊടുത്താൽ പോലും ഒരു ഞാൻ മഞ്ഞൾ വിരിഞ്ഞ പൂക്കളെ പറ്റി ഇത് ഒരുപാട് നിമിത്തങ്ങൾ എന്ന് പറയുന്നത് PN മേനോൻ എന്ന് പറയുന്ന അദ്ദേഹം, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിന് കുറേ ഞാനതിൻ്റെ എക്സാമൊക്കെ എഴുതിയിട്ടാണ് എൻ്റെ റിസൾട്ട് അറിയുന്ന പോലും ലൊക്കേഷനിൽ വെച്ചാണ്. അപ്പോൾ ഏതാണ്ട് 1, 2, 3 മാസം മുമ്പ് ഞങ്ങളുടെ കോളേജിൽ വന്നിട്ട് ആർട്സ് ക്ലബ് ഇനാഗുറേഷൻ പോലെയോ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അദ്ദേഹം അവിടെ കുറച്ച് നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് പുള്ളി ഒരു ആവശ്യമില്ലാതെ എൻ്റെ കവിളുകളിൽ പിടിച്ചിട്ട് നിന്നെ ഞാൻ ഒരു ആക്ടറാക്കും അങ്ങനെ പുള്ളി കുറച്ച് ചിലപ്പോൾ കുറച്ച് ബോധത്തിൽ നിന്നൊരു അബോധാവസ്ഥയിലായിരിക്കാം. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ഒരാൾ നമ്മുടെ കവിളിൽ പിടിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ കൈ തട്ടിക്കളഞ്ഞു. അദ്ദേഹമാണ് ആദ്യമായിട്ട് എൻ്റെ മുഖം വരയ്ക്കുന്നത് മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ സിനിമയിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എന്നെ വളരെ ഇഷ്ടമായിരുന്നു. എന്താ പറയേണ്ടത്, ഒരു പക്ഷേ മലയാള സിനിമയെ പറിച്ചു നട്ട് അല്ലെങ്കിൽ സെറ്റിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവരികയും വളരെ മനോഹരമായ സിനിമകൾ മലയാളത്തിന് കാഴ്ചവെച്ച ആളാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ലോറി, പണിമുടക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരുപാട് അറിഞ്ഞോ അറിയാതെയോ ഞാൻ നേരത്തെ പറയുന്ന പോലെ ഇതൊക്കെ എന്താ അതിന് പറയുന്നത്, ദേ ആർ ദ മെസ്സഞ്ചേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. നമുക്ക് സന്ദേശങ്ങൾ കൊണ്ട് തരുന്ന ഒരു അവധൂതൻ്റെ രൂപത്തിലായിരിക്കും അദ്ദേഹം വന്ന്. ആ സിനിമയിലെ ബൈക്ക് ഓടിച്ചുകൊണ്ടാണ് ആ വില്ലൻ വരുന്നത് അല്ലേ. ബൈക്കിനോട് വലിയൊരു ഭ്രമവും കമ്പവും ലാലിന് എക്കാലത്തുണ്ടായിരുന്നു. ഇപ്പോൾ ബൈക്കൊന്നും ഓടിക്കാറില്ലല്ലോ. ഓടിക്കാറുണ്ട്. അന്നൊക്കെ ഞാൻ ഒരുപാട് ഈ അശോകന് സ്കൂട്ടറൊക്കെ ഉള്ളതുകൊണ്ട് ധാരാളം ഏത് ബൈക്ക് കിട്ടിയാലും അതെടുത്തൊന്ന് ഓടിക്കുമെന്ന്. അങ്ങനെയല്ല, സ്കൂട്ടർ ഓടിക്കുമായിരുന്നു, ബൈക്ക് ഓടിക്കാൻ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് നീ മദ്രാസിൽ ചെയ്തുകൊണ്ട് ഒരു 8 പ്രാവശ്യം ഒരു ആക്സിഡൻറ്റിൽ പോയിട്ട് അവസാനം നവോദയയുടെ ജീപ്പിൽ തന്നെ കൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. റോഡിൽ പാരീസിൽ കണ്ട്. അങ്ങനെയാണ് എൻ്റെ കാലെന്ന് ഒടിഞ്ഞു പോകുന്നത്. അന്ന് ആ ജീപ്പ് കണ്ട് ലാല് ബൈക്കിൽ പിന്തുടരുകയും അല്ലേ, അങ്ങനെയുള്ള ആ ഫുഡ് റെസ്റ്റിൽ പോയിട്ട് ഞാൻ കാലിട്ട് തട്ടിപ്പോയി. എൻ്റെ ചെറുവിരൽ കീറിപ്പോയി. ഇപ്പോഴും അതിന് ഒരു പക്ഷേ ഓർമ്മയിൽ പിടിക്കുകയാണെങ്കിൽ അതിന് വേദനയുണ്ട്, ഒരു ചെറിയ വേദനയുണ്ട്. ഒരു പക്ഷേ അന്നത്തെ കാലഘട്ടത്തിലേക്ക് ലാലിന് തിരിച്ചു പോകണമെങ്കിൽ ആ ചെറുവിരൽ തീർച്ചയായിട്ടും അതിൽ പിടിച്ചാൽ മതി. അത് നമുക്ക് അങ്ങനെയാണല്ലോ, നമ്മുടെ ചില കാര്യങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കണം എന്നാണ്. അപ്പോഴാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ഇനി ഞാൻ സുഹൃത്തുക്കളോട് പറയുകയാണ്, എന്തെങ്കിലും ലാല് മറക്കുന്നുണ്ട്, ലാലിൻ്റെ ആ ചെറുവിരൽ പിടിച്ച് ഒരു ഒറ്റ പ്രസ് കൊടുക്കുക. അത് ഏത് കാലാണെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഏത് കാലാണെന്ന് പറഞ്ഞില്ല, കുഴപ്പമില്ല. 2 കാലും വലിക്കും അവർ, അതിലും മിടുക്കന്മാരാണ്. അതാണ് 2 കാലും വലിക്കുന്നവരാണ് മിടുക്കന്മാരാണ്. പക്ഷെ എനിക്ക് എൻ്റെ വളരെ ധൈര്യമായിട്ടും അഭിമാനത്തോടും ഞാൻ പറയുന്നു, എൻ്റെ സുഹൃത്തുക്കൾ അങ്ങനെ 2 കാലും വലിക്കില്ല. കാര്യം എന്നെ അത്ര ഇഷ്ടമാണ്. സ്നേഹത്താൽ വലിക്കുന്ന. അതെ.